നമസ്കാരം. എല്ലാവർക്കും ക്യാഷ് മാർക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്കിന്നൊരു ചെറിയ സ്റ്റോക്ക് അനാലിസിസ് നടത്താം. ഓക്കെ, ഒരു സ്റ്റോക്ക് ഞാനിങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു സോർട്ട് ഓഫ് ഡിസ്കസിങ് വിത്ത് യു. വേറൊന്നുമല്ല, നമ്മുടെ ജിയോ ഫിനാൻസ് ആണ്. ജിയോ ഫിനാൻസിൽ നല്ലൊരു മൊമെൻറ്റം ഗെയിൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പം ഇത് ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, നമ്മളൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം ഇടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് മനസ്സിലാക്കുക എങ്ങനെയാണ് സ്റ്റോക്ക് ബിഹേവ് ചെയ്യുന്നത്, നമുക്ക് എങ്ങനെ ഒരു സ്വിംഗ് ട്രേഡിങ്ങിലൊക്കെ പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം, അതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ട്രെൻഡ് ലൈനിലാണ് അല്ലേ, ഒരു ട്രെൻഡ് ലൈനിലാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വീക്ക്ലി ബേസിസിൽ ഇപ്പം ഇനി ഈ വീക്ക് ക്ലോസ് ചെയ്യാൻ 2 ദിവസം കൂടെ ഉണ്ട്, നാളെ കൂടെ ഉണ്ട്. പക്ഷേ സ്റ്റിൽ ഒരു നല്ല ബ്രേക്ക് ഔട്ട് നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് നമുക്ക് കാണും. ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് ഇവിടെ കാണാം. അപ്പം പോസിബിളി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇത് മോസ്റ്റ്ലി ഈ ഒരു ഭാഗത്തു നിന്ന് ഒന്നുകിൽ ഇവിടേക്ക് വന്നൊരു ഇതെടുത്ത് റീടെസ്റ്റ് എടുത്ത് മേ ബി ഇവിടെ വരെ പോകാം എന്നുള്ളൊരു വ്യൂ എനിക്കുണ്ട്. ഇപ്പം ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്ന ഈ ഒരു ഭാഗമായിരുന്നു അല്ലേ, ഈ ഒരു റേഞ്ചിലായിരുന്നു പണ്ട് വന്നിട്ടത് 52 വീക്ക് ഹൈ. 52 വീക്ക് ഹൈ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഇതൊരു പുതിയ സ്റ്റോക്ക് ആയതുകൊണ്ട് ആ ഒരു റേഞ്ചിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പം അവിടുന്ന് മേളിൽ പോയി ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് ബ്രേക്ക് ചെയ്ത് താഴെ പോയി. അപ്പോൾ വീണ്ടും ഇനി അത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ വീക്കിലെ ക്ലോസിങ് ഇപ്പോൾ നാളെ കഴിയുമ്പോൾ ഇതിന് മുകളിൽ ക്ലോസ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ആ ഒരു റേഞ്ചിൻ്റെ ഹൈ എത്രയാണ്? എൻ്റെ ഹൈ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 47 ആണ്. ഓക്കെ, 347 ആണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ 347 മുകളിൽ നാളെ 3:30 ശേഷം ഒരു ക്ലോസ് തരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു ബ്രേക്ക് ഔട്ടായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. മേ ബി ചിലപ്പോൾ വീണ്ടും ഒരു കൺസോളിഡേഷൻ റേഞ്ചിലേക്കൊക്കെ അത് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നോക്കാം. നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമിലും നമുക്ക് നല്ലൊരു ഇത് കാണാൻ പറ്റുന്നുണ്ട്. വോളിയം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വോളിയം ഉണ്ട്. വേറെ ആസ്പെക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഇവിടുന്ന് ബ്രേക്ക് കൊടുത്തു. ഇപ്പോൾ വേണമെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് റീടെസ്റ്റ് ചെയ്യാം. മേ ബി 335 അല്ലെ 33 റേഞ്ചിലേക്ക് റീടെസ്റ്റ് ചിലപ്പോൾ കൊടുക്കാം. ചിലപ്പോൾ ഇങ്ങനെ ഒരു കൺസോളിഡേഷനിലേക്ക്, ഫോർ എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് ചിലപ്പോൾ ഇങ്ങനെ വന്ന് ഈ ട്രെൻഡ് ലൈനിൽ ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ കിടന്നിട്ട് ചിലപ്പോൾ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തു പോകും. അത് നമുക്ക് പറയാൻ പറ്റില്ല, എങ്ങനെയായിരിക്കും അതിൻ്റെ ബ്രേക്ക് ഔട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു സാധ്യത മാത്രമാണ് നമ്മളിവിടെ പറയണത്. അപ്പോൾ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത നമുക്ക് 1 അവറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 1 അവറിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് വീണ്ടും ഒരു ചെറിയൊരു ട്രെൻഡ് ലൈൻ ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ, ഇവിടെ ട്രെൻഡ് ലൈൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നുകിൽ ഇത് ഹോൾഡ് ചെയ്യുമായിരിക്കും, 342 ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഒരു റേഞ്ചിലേക്ക് ഇത് വന്ന 334 എന്ന് പറയുന്ന റേഞ്ചിലേക്ക് അത് വരാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പം ഇതൊരു നല്ല ടൈറ്റ് കൺസോളിഡേഷനാണ്, നല്ലൊരു കൺസോളിഡേഷനാണ്. അപ്പോൾ അത് നമുക്ക് ഒന്ന് വാച്ച് ചെയ്ത് നിങ്ങൾക്ക് ഒന്ന് സ്റ്റഡി ചെയ്യാം ഈ സ്റ്റോക്ക് എങ്ങനെ മൂവ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ 5 മിനിറ്റ്സിലൊക്കെ വളരെ ഇൻട്രാഡേ പെർസ്പെക്റ്റീവിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് ഒരു ട്രെൻഡ് ലൈനൊക്കെ കാണാൻ പറ്റും അല്ലേ. അപ്പം നല്ല മൊമെൻറ്റം, അല്ലെങ്കിൽ നല്ല ബൈങ് പ്രഷർ ഉള്ള സ്റ്റോക്ക് ആണെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിന്ന് തന്നെ ബൗൺസ് ചെയ്ത് ചിലപ്പോൾ അങ്ങ് പോകും. മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് കൊടുത്ത് ഈ ഒരു ഭാഗത്തൊക്കെ ക്ലോസ് കൊടുത്ത് ചിലപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ചിലപ്പം അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കൊടുക്കാം. നമുക്ക് എങ്ങനെ മൂവ് ചെയ്യും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ വീണ്ടും പറയുന്നത് ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ഒന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് കണ്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇതൊരു ഇപ്പോൾ ഫണ്ടമെൻറ്റൽസിലൂടെ പോയി കഴിഞ്ഞാലും അറിയാലോ, റിലയൻസിൽ നിന്നും അടർത്തിയെടുത്ത ഒരു ഭാഗമാണ് ജിയോ ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ബിസിനസ്സൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു 1-2 ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ന്യൂസിനെ പറ്റി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. ബട്ട് നമ്മൾ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻറ്റൽസും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പി ഒക്കെ ഭയങ്കര ഹൈ ആണ്, ഭയങ്കര ഹൈ പി ആണ്. പക്ഷെ അത് കാര്യമാക്കണ്ട, കാരണം അവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. OPMs ഒക്കെ അതൊന്നും ഇപ്പോൾ നോക്കാനുള്ളൊരു സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല. ബിക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് അതിൻ്റെ ഒരു അവരുടെ ബിസിനസ്സിലേക്ക് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ് വന്നതുകൊണ്ട് മാത്രമാണ് ഇതിനകത്തൊരു മൊമെൻറ്റം ഇപ്പോൾ ഉണ്ടായത്. പക്ഷെ ഓഫ് കോഴ്സ് ലോങ് ടേമിലേക്ക് നമുക്ക് നോക്കി വെക്കാവുന്നൊരു സ്റ്റോക്ക് തന്നെയാണ്. ഇതുണ്ടല്ലോ, ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബജാജ് ഫിനാൻസ്, ഫിൻസർവ്, ഇവരെല്ലാം എൻ്റെ കോമ്പറ്റീറ്റേഴ്സാണ്. ശ്രീറാം ഫിനാൻസ്, HDFC AMC. ഈ ജിയോ ഫിനാൻസ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർ എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകളും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, AMC ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി നമുക്ക് ജിയോയുടെ അല്ലാതുള്ള കാര്യങ്ങൾ അറിയാം. പിന്നെ OTT പ്ലാറ്റ്ഫോമിലേക്ക് അവർ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട്
ഇതൊരു നല്ലൊരു ഗ്രോത്ത് പെർസ്പെക്റ്റീവ് ഉള്ളൊരു സ്റ്റോക്കായിട്ട് നമുക്ക് കാണാം. FI ഹോൾഡിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഇച്ചിരി കുറച്ചിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു അല്പം കുറവ് വന്നിട്ടുണ്ട്. 19 ഒരു ഇതിലേക്കൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സാധനമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. DIS ഇത് ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രൊമോട്ടേഴ്സൊക്കെ അതുപോലെ ഹോൾഡ് ചെയ്യുന്നു. പ്രൊമോട്ടേഴ്സ് അല്പം കൂട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആസ്പെക്റ്റിലും ഇറ്റ് ഈസ് ഗുഡ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഇതിനെ ഒന്ന് വാച്ച് ഔട്ട് ചെയ്യുക. അപ്പം ഇതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതൊന്ന് സ്റ്റഡി ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് പാറ്റേൺസ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കും. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് ഫർദർ അനാലിസിസ് നെക്സ്റ്റ് വീക്കിലൊക്കെ നമുക്ക് ചെയ്യാം. ഇതെങ്ങനെ മൂവ് ചെയ്തു, എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഉടൻ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.